നമസ്കാരം. ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് തർക്കം മൂക്കുകയാണ്. സുരേന്ദ്രൻ കസേര വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ഇതോടെ തന്നെ വ്യക്തമാകുകയും ചെയ്തു. എന്നാൽ കെ സുരേന്ദ്രനെതിരെ എം.ടി. രമേശിനെ മത്സരിപ്പിക്കാനാണ് പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിന് താൽപര്യം. എന്നാലോ എൻ രാധാകൃഷ്ണനും പദവി നോട്ടമിടുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഇവരെയൊക്കെ തള്ളി ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയാക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം. പക്ഷേ ഇരു വിഭാഗങ്ങൾക്കും ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷയാകുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് വോട്ടെടുപ്പ് നടക്കുമെന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വോട്ടെടുപ്പിൽ തെറ്റില്ലെന്ന നിലപാട് സംസ്ഥാന കോർ കമ്മിറ്റി എടുത്തു കഴിയുകയും ചെയ്തു. ബുധനാഴ്ച ചേർന്ന കോർ കമ്മിറ്റിയിലാണ് മണ്ഡലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്നതുപോലെ അഭിപ്രായ രൂപീകരണം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാകാം എന്ന് നിർദ്ദേശിച്ചത്. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഭിപ്രായ രൂപീകരണത്തിനായി വോട്ടെടുപ്പ് നടത്തുകയാണ് ചെയ്തത്. എന്നാൽ പ്രസിഡന്റുമാരെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം 31-ന് മുൻപ് തിരഞ്ഞെടുപ്പ് നടക്കും. ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായിട്ട് പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. 5 വർഷം പൂർത്തിയായവർക്കും മത്സരിക്കാം എന്നുള്ളതുകൊണ്ട് കെ സുരേന്ദ്രന് വീണ്ടും മത്സരിക്കാൻ കഴിയും. ജില്ലാ പ്രസിഡന്റുമാരെ 3 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കുകയും ചെയ്യും. 5 വർഷം പൂർത്തിയായവർക്ക് മത്സരിക്കാം എന്നുള്ള വ്യവസ്ഥയിൽ ഇനിയും മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് പി.കെ. കൃഷ്ണദാസ് പക്ഷം. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടന്നാലും കൂടുതൽ വോട്ട് കിട്ടുന്നവർ പ്രസിഡന്റ് ആകണം എന്നില്ല. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാകും നിർണായകം. വനിതകൾക്ക് പ്രാധാന്യം നൽകാൻ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട്. അത് ശോഭാ സുരേന്ദ്രന് മികച്ച സാധ്യത നൽകും. 30 ജില്ലാ പ്രസിഡന്റുമാരിൽ 4 പേരെങ്കിലും വനിതകളാവുകയും ചെയ്യും. 2-3 ജില്ലകളിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് പ്രസിഡന്റ് പദം നൽകും. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് 1-2 പേരെ ജില്ലാ പ്രസിഡന്റുമാരാക്കാനും ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യവും ദേശീയ നേതൃത്വം തന്നെയാകും തീരുമാനിക്കുക. കെ സുരേന്ദ്രന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കളമൊരുങ്ങുന്ന തരത്തിൽ തീരുമാനമുണ്ടായിരുന്നു. 5 വർഷം പൂർത്തിയായ ജില്ലാ മണ്ഡലം പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാമെന്ന് കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസൻ അറിയിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ സുരേന്ദ്രനും ഇതിലൂടെ അവസരം ലഭിക്കുകയാണ് ചെയ്യുക. ഇത് മനസ്സിലാക്കിയാണ് മത്സരമാകട്ടെ എന്ന നിലപാട് കോർ കമ്മിറ്റി എടുത്തത്. അതേസമയം മുൻധാരണ തെറ്റിച്ചാണ് പുതിയ തീരുമാനമെന്ന് സുരേന്ദ്ര വിരുദ്ധചേരി ആരോപിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഓൺലൈൻ യോഗത്തിൽ നേതാക്കൾ എതിർപ്പ് അറിയിച്ചു. പി.കെ. കൃഷ്ണദാസ്, എൻ രാധാകൃഷ്ണൻ, എം.ടി. രമേശ് തുടങ്ങിയവരാണ് യോഗത്തിൽ എതിർപ്പറിയിച്ചത്. തർക്കത്തിനിടെ സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കൾ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. സുരേന്ദ്രന് തുടരാൻ അവസരമൊരുങ്ങുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട്. അതേസമയം കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്നതിൽ ഇവർക്ക് ആശങ്കയുമുണ്ട്. എം.ടി. രമേശിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നു. അതിനിടെയാണ് സുരേന്ദ്രന് തുടരാൻ അവസരമൊരുക്കുന്ന രീതിയിൽ കൂടി തീരുമാനങ്ങൾ വരുന്നത്. ഇത് മനസ്സിലാക്കിയാണ് മത്സരത്തിലൂടെ രമേശിന് കൂടുതൽ വോട്ടുണ്ടെന്ന് വരുത്താനുള്ള നീക്കം. ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകേണ്ടതുണ്ട്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ ചെന്ന് കണ്ടിരുന്നു. ഡൽഹിയിലേക്ക് അവരെ വിളിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശോഭാ സുരേന്ദ്രനെ ഡൽഹിക്ക് വിളിപ്പിച്ച് കാണുകയാണ് ചെയ്തത്. സുരേന്ദ്രൻ മാറി നിൽക്കണമെന്നതിൽ കേന്ദ്ര നേതൃത്വത്തിലും വ്യക്തമായ ഒരു തീരുമാനമുണ്ട്. കാരണം 2 ടേം ഇരുന്നിട്ടും സുരേന്ദ്രന് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം പോലും തൃശ്ശൂരിലാണെങ്കിൽ പോലും അത് സുരേഷ് ഗോപിയുടെയും മോദിയുടെയും വ്യക്തിപ്രഭാവം കൊണ്ടാണ്. മറ്റു മണ്ഡലങ്ങളിലെല്ലാം മത്സരിക്കാൻ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയിട്ടുള്ള വോട്ട് നില, ലീഡ് നില ഉയർത്തിയതും അവരുടെ മാനദണ്ഡങ്ങളിൽ പെടുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം ലീഡ് നില കുത്തനെ ഉയർത്തിയിട്ടുള്ള ഒരു നേതാവാണ്. മാത്രമല്ല സുരേന്ദ്രന്റെ പല കളികളും ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സുരേന്ദ്രനും മുരളീധരനും തമ്മിൽ 2 കളത്തിലായെന്നുള്ള വിവരങ്ങളും ഇതിനിടയ്ക്ക് പുറത്തു വരുന്നു. ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷയാകണമെന്നുള്ളതാണ് ഭൂരിഭാഗം അണികളുടെയും നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളുടെയും നിലപാട്. ഇത് ഇത്തവണ കൂടി മനസ്സിലാകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബി.ജെ.പിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്.
എന്തായാലും ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിലപാടുകൾ ഏതാണ്ട് ഉണ്ടാവുക. പക്ഷെ തർക്കം ഇത്തരത്തിൽ മൂർച്ഛിച്ചു നിൽക്കുന്നത് കൊണ്ട് വോട്ടെടുപ്പ് തന്നെ നടത്തേണ്ടി വരുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുകയാണ്. നന്ദി.